അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ അഭിന്നക ഗുണനം എന്ന് പറയുന്ന 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ വളരെ ചെറുതാക്കി വളരെ സിമ്പിൾ ആക്കി നമ്മൾ പറയാൻ പോവുക. ആദ്യം ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്താണ് ഇറാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ അഭിന്നക സംഖ്യകൾ എന്നറിയാം. എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ: √2, √3, √5, √7 ഇതുപോലെ റൂട്ട് എടുത്താൽ അല്ലെങ്കിൽ വർഗമൂലം എടുത്താൽ നമുക്ക് അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കിട്ടാത്ത നമ്പറുകളില്ലേ, അതിനെ പറയുന്ന പേരാണ് ഇറാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ അഭിന്നക സംഖ്യകൾ എന്ന് പറയുന്നത്. ഈ നമ്പറുകളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മുഴുവൻ പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ള കാര്യം എങ്ങനെ രണ്ട് ഇറാഷണൽ നമ്പറുകൾ ആഡ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ രണ്ടും കൂടി കൂട്ടും, എങ്ങനെ ആഡ് ചെയ്യും എന്നുള്ളതാണ്. ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾ മറ്റേ എക്സും വൈ ഒക്കെ കൂട്ടുന്ന പോലെ രണ്ട് ഇറാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ റൂട്ടുള്ള രണ്ട് നമ്പറുകൾ ഒരേപോലെ വന്നാൽ √2 കൂടി കൂട്ടി 2√2 എന്ന് എഴുതാം. അല്ലെങ്കിൽ √3 4√3 കൂടി നോക്കിയേ, ഇതും √3 ഉള്ള ഒരു നമ്പറാണ്, ഇതും √3 ഉള്ള ഒരു നമ്പറാണ്. ഇവിടെ 4√3 ഉണ്ട്, ഇവിടെ 1√3 ഉള്ളൂ. അപ്പൊ രണ്ടും കൂടി കൂട്ടി എത്ര എഴുതാം? 5√3 എന്ന് എഴുതാം അല്ലെ? അതുപോലെ തന്നെ ഇതേ വേറെ നോക്കിയേ, 2√5 പ്ലസ് 3√5. എടാ, ഇവിടെ രണ്ടും ഒരേ റൂട്ടുകൾ തന്നെയല്ലേ വന്നേക്കണം, √5ഉം √5ഉം. ഇവിടെ 2√5 ഇവിടെ 3√5 ഇവിടെ 2√5 ഇത് രണ്ടും കൂടി കൂട്ടി 5√5 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ √3 കൂടി കൂട്ടാം, രണ്ടും ഒരേ റൂട്ട് ആയതുകൊണ്ട്. ഇവിടെ 1√3, ഇവിടെ 1√3, രണ്ടും കൂടി കൂട്ടി എത്ര എഴുതാം? 2√3 എന്ന് എഴുതാം. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, നമുക്ക് √3ഉം √2 കൂടി കൂട്ടാൻ പറ്റുമോ? ഇല്ല, ഇതിങ്ങനെ തന്നെ എഴുതി വെക്കാനേ പറ്റുള്ളൂ. കാര്യം എന്താണ്? കൂട്ടണമെങ്കിൽ രണ്ട് റൂട്ടുകളും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂട്ടാൻ പറ്റുള്ളൂ. മറന്നു പോകരുത്. ആഡ് ചെയ്യണമെങ്കിൽ, കൂട്ടണമെങ്കിൽ റൂട്ടുള്ള സംഖ്യകളെല്ലാം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സെയിം അല്ലെങ്കിൽ നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് സബ്ട്രാക്ഷനും. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറയ്ക്കുക. ഇതുപോലെ തന്നെ നമുക്ക് √5 നിന്നും √3 കുറയ്ക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? രണ്ടും രണ്ട് റൂട്ടുകളാണ്. അതുപോലെ √3 നിന്നും നമുക്ക് √2 കുറയ്ക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? രണ്ടും രണ്ട് തരം റൂട്ടുകളാണ്. ഇവിടെ നമുക്ക് നോക്കിയേ, 5√3 നിന്നും 2√3 കുറയ്ക്കാം. നോക്കിയേ, റൂട്ടുള്ള നമ്പറുകൾ എന്താണ്? സെയിം ആണ്, തുല്യമാണെങ്കിൽ നമുക്ക് കുറയ്ക്കാം. ഇവിടെ മൊത്തം 5√3 ഉണ്ട്. അതിന്റെ അകത്തുനിന്ന് 2√3 എടുത്ത് മാറ്റണം. 5√3 ഉണ്ട്, അതിന്റെ അകത്തുനിന്ന് 2√3 എടുത്ത് മാറ്റണം. അപ്പൊ ബാക്കി എത്ര √3? 3√3. അതുപോലെ തന്നെ 4√2 നിന്നും 1√2 എടുത്ത് മാറ്റിയാൽ എത്ര വരും? ഇത് കണ്ട, രണ്ടും ഒരേ റൂട്ട് തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. 4√2 നിന്നും 1√2 മാറ്റി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 3√2. അതുപോലെ തന്നെ ഇത് നോക്കിയേ, 3√2 പ്ലസ് 5√3 ചെയ്യാൻ പറ്റുമോ? ഇവിടെ √2 ആണ്, ഇവിടെ √3 ആണ്. രണ്ടും വേറെ വേറെ റൂട്ട് വന്നു, അപ്പൊ കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യം, കൂട്ടണതിനും കുറയ്ക്കണതിനും ആഡ് ചെയ്യുന്നതിനും സബ്ട്രാക്ട് ചെയ്യുന്നതിനും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? സിമ്പിൾ കാര്യം, ഒരേ റൂട്ട് വന്നാൽ മാത്രമേ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റുള്ളൂ. നോക്കിയേ, √2ഉം √2 കൂടി കൂട്ടാൻ നമുക്ക് എത്രയാണ്? 2√2. √5ഉം √5 കൂടി കൂട്ടാൻ നമുക്ക് 2√5. √5ഉം √3 കൂടി കൂട്ടാൻ പറ്റുമോ? ഇല്ല. √3ഉം √2 കൂടി കൂട്ടാൻ പറ്റുമോ? ഇല്ല. 4√3ഉം 2√3 കൂടി കൂട്ടാൻ പറ്റുമോ? കൂട്ടാം. ഇതും √3, ഇതും √3. മൊത്തം എത്ര √3? 6√3. അതുപോലെ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഒരേ റൂട്ടുകൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ആദ്യത്തെ കാര്യം. കൂട്ടലും കുറയ്ക്കലും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പഠിക്കാനുള്ളത് വളരെ എളുപ്പമുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും എന്താ പറഞ്ഞ ഒരേ സാധനം മാത്രമേ കൂട്ടാനും കുറയ്ക്കാനും പറ്റുള്ളൂ. പക്ഷെ മൾട്ടിപ്ലിക്കേഷനിൽ ഇത് നോക്കിയേ, √3
ഇൻറ്റു √2 ചെയ്യാൻ പറഞ്ഞാൽ അത് രണ്ടും സെയിം ആകണമെന്നില്ല. മൾട്ടിപ്ലൈ ചെയ്യാൻ ഗുണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, രണ്ട് റൂട്ടുകൾ ഗുണിക്കാൻ പറഞ്ഞാൽ അത് രണ്ടും കൂടി ഒരുമിച്ച് ഒരു റൂട്ടിന്റെ അകത്ത് എഴുതി അങ്ങോട്ട് ഗുണിച്ചോളണം. ഇത് ഒറ്റ റൂട്ടാക്കണം, രണ്ടും കൂടി ഗുണിച്ച് അങ്ങോട്ട് എഴുതിക്കോളണം. അപ്പൊ എത്ര വരും? √6. നോക്കിയേ, √4ഉം √3ഉം കൂടി ഗുണിക്കാൻ പറഞ്ഞാൽ അപ്പൊ എത്ര വരും? റൂട്ടിന്റെ അകത്ത് ഒറ്റടിക്ക് അങ്ങോട്ട് ഗുണിച്ചോളണം. 4 × 3 എത്രയാണ്? 4 × 3. ആൻസർ എത്ര വന്നു? 12. ഇത്രേ ഉള്ളൂ. നോക്കിയേ, √8 × √5 എങ്ങനെ ചെയ്യും? ഗുണിക്കുക, ഒറ്റ റൂട്ടാക്കുക. 8 × 5 എത്രയാടാ? 40. ഒരുമിച്ച് എഴുതാം, 8 × 5. അപ്പൊ ആൻസർ എത്ര വന്നു? √40. ഇനി ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ശ്രദ്ധിച്ച ഇമ്പോർട്ടന്റ് ചോദ്യം. 3√2 × 4√5 ഇതെങ്ങനെ ചെയ്യും? ഒന്നുമില്ലടാ, ഇവിടുത്തെ നമ്പറുകൾ ആദ്യം ഗുണിച്ചെഴുതുക. 3 × 4. റൂട്ട് കിടക്കുന്നത് സെപ്പറേറ്റ് ഗുണിച്ചപ്പുറത്ത് എഴുതുക. 2ഉം 5ഉം അല്ലേ? 2ഉം 5ഉം കൂടി ഗുണിക്കുക. അപ്പൊ നമ്പറുകൾ ഗുണിക്കുക, റൂട്ടുകൾ ഗുണിക്കുക. 4 × 3 എത്രയാണ്? 12. √2ഉം 5ഉം കൂടി ഗുണിക്കുമ്പോ എത്ര വന്നു? 10. പറഞ്ഞു പോകൂലല്ലോ. നീ വേണമെങ്കിൽ ഒരെണ്ണം കൂടി ചെയ്യാം, ശ്രദ്ധിച്ചോ. റൂട്ട് മാറ്റിയേക്കാം. 8√2 മൊത്തം തെറ്റിപ്പോണ്ട. 8√2 × 4√3. നോക്കിയേ, റൂട്ടുള്ള നമ്പരും ഉണ്ട്, റൂട്ട് ഇല്ലാത്ത നമ്പരും ഉണ്ട്. ഒന്നുമില്ല, റൂട്ട് ഇല്ലാത്ത നമ്പറുകൾ ആദ്യം എടുത്ത് ഗുണിക്കുക. 8ഉം 4ഉം കൂടി ഗുണിച്ചു. റൂട്ടിന്റെ അകത്ത് റൂട്ടിൽ പറഞ്ഞിരിക്കുന്നത് 2ഉം 3ഉം അല്ലേ? 2ഉം 3ഉം കൂടി ഗുണിക്കുക. 8 × 4 എത്രയാണ്? 32. 2ഉം 3ഉം കൂടി ഗുണിച്ച് എത്ര എഴുതാം? 6 എഴുതാം. ഇത്രേ ഉള്ളൂ. അപ്പൊ ഗുണിക്കാൻ പറഞ്ഞാൽ ഒന്നുമില്ല, രണ്ടും കൂടി ഗുണിച്ച് ഒറ്റ റൂട്ടിലായിട്ട് അങ്ങോട്ട് എഴുതിക്കോളാം. അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ √x × √y എന്ന് പറഞ്ഞാൽ റൂട്ടിന്റെ അകത്ത് ഇത് രണ്ടും കൂടി ഗുണിച്ച് x × y xy എന്ന് എഴുതിക്കോളണം. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. അപ്പൊ കൂട്ടാൻ പറഞ്ഞാൽ ഒരേ സാധനങ്ങളായിരിക്കണം, കുറയ്ക്കാൻ പറഞ്ഞാലും ഒരേ സാധനങ്ങളായിരിക്കണം, ഗുണിക്കാൻ പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, എടുത്തു വെച്ച് അങ്ങോട്ട് ഗുണിച്ചിട്ട് റൂട്ടിന്റെ അകത്ത് ഇട്ടേക്കണം. അത്രേ ഉള്ളൂ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട സമഭുജ ത്രികോണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം? എടാ ഒന്നുമില്ലടാ, ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡുകളും ഈക്വൽ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. അതായത് ഇതിന്റെ ഈ സൈഡ് എ എന്ന് വിളിച്ചു, അപ്പൊ ഈ സൈഡും എന്തായിരിക്കും? എ ആയിരിക്കും. ഈ സൈഡും എന്തായിരിക്കും? എ ആയിരിക്കും. അല്ലെങ്കിൽ വേണമെങ്കിൽ വേറെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആവണമെങ്കിൽ ഇതിന്റെ 3 സൈഡുകളും ഈക്വൽ ആയിരിക്കണം. 3ഉം 5 ആണെങ്കിൽ അതെന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയാം. എന്തേന്ന് നോക്കി, ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിന്റെ 3 സൈഡുകൾക്കും ഒരേ ലെങ്ത് ആയിരിക്കണം. 6 6 6. അപ്പൊ ഇതെന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? 3 സൈഡുകൾക്കും ഒരേ നീളമാണെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. ഈ സമഭുജ ത്രികോണത്തിന്റെ ഹൈറ്റിന്, സമഭുജ ത്രികോണത്തിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കൃത്യം താഴത്തേക്ക് പെർപെൻഡിക്കുലർ ലൈനിൽ വരയ്ക്കുന്ന ഈ സാധനത്തിനെ പറയുന്ന പേരാണ് ഹൈറ്റ്, അല്ലെങ്കിൽ മലയാളത്തിൽ ഉന്നതി എന്ന് പറയും, അല്ലെങ്കിൽ വേറൊരു പേര് കൂടി പറയും ഓൾട്ടിറ്റ്യൂഡ്. കേട്ടല്ലോ? ഈ സമഭുജ ത്രികോണത്തിന്റെ, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഈ ഹൈറ്റ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അത് കാണാതെ പഠിക്കണം. സിമ്പിൾ ആണ്. നോക്കിയേ, √3/2a ഇതാണ് ഇക്വേഷൻ. എ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ സൈഡ്. അപ്പൊ നോക്കിയേ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വന്നു, അതിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഉന്നതി അല്ലെങ്കിൽ എച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്തെഴുതണം? ഇക്വേഷൻ എന്താണ്? √3/2a. എ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഒരു സൈഡ്. അപ്പൊ √3/2 × a എത്രയാണ് ഇവിടെ? 5. അപ്പൊ ഒന്ന് നീറ്റ് ആയിട്ട് എങ്ങനെ എഴുതാം? എന്തേന്ന് നോക്കിയേ, 5ഉം √3ഉം കൂടി ഇൻറ്റു ചെയ്ത് 5√3/2. ഇത്ര ഉള്ളടാ. ഇതിന്റെ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിൾ ആയിട്ട് പറഞ്ഞേ, ഇതാണ് ഇതിന്റെ ഹൈറ്റ്. h = നമ്മുടെ ഇക്വേഷൻ എന്താണ്? √3/2a. അപ്പൊ √3/2 × a എത്രയാണ്? 6. അപ്പൊ നോക്കിയേ, ഇത് വേണമെങ്കിൽ ഈ 2ഉം ഈ 6ഉം കൂടി കട്ട് ചെയ്ത് ഇവിടെ 3 എഴുതാം. അപ്പൊ ആൻസർ എന്ത് വരും? 3√3.
അപ്പൊ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉന്നതി കണ്ടുപിടിക്കാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ, ഒറ്റ ഇക്വേഷൻ മാത്രം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ √3/2a. എന്താണ് √3/2a? അതിന്റെ സൈഡ് എന്താണോ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. √3/2 ഇട്ടിട്ട് a ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ എല്ലാ സൈഡും 10 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? √3/2a. എത്രയാണ്? എല്ലാം 10 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻറ്റു 10 ഇടണം. ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്യാം, 5. അപ്പൊ 5√3 എന്ന ആൻസർ വരും. കേട്ടല്ലോ? അപ്പൊ കാണാതെ പഠിക്കേണ്ട അടുത്ത സാധനം എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ്, ഉന്നതി, ആൾട്ടിറ്റ്യൂഡ്, ഉയരം എന്താണ്? √3/2a. എളുപ്പമല്ലടാ? അടുത്തയിലേക്ക് പോകാം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഒരു ട്രയാങ്കിളിന്റെ, ത്രികോണത്തിന്റെ ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കണം. എന്താണ് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ട്രയാങ്കിൾ ആണെന്ന് വിചാരിച്ചു. ഈ ട്രയാങ്കിൾ ഇതൊരു ത്രികോണമല്ലേ? ഈ ത്രികോണത്തിന്റെ അകത്ത് എന്തോരം സ്ഥലമുണ്ട് അതിനെ പറയുന്ന പേരാണ് എന്ത്? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. ഇനി നോക്കിയടാ, ഇതിന്റെ ചുറ്റിനും മാത്രം എടുക്കുവാണെന്ന് വിചാരിച്ചു. ഒരു ചെറുക്കന് അവൻ ഇവിടുന്ന് നടന്ന് ആദ്യം ഇവിടെ വന്നു, പിന്നെ അവൻ ഇവിടുന്ന് നടന്ന് ഇവിടെ വന്നു, പിന്നെ അവൻ ഇവിടെ നടന്ന് തിരിച്ചിവിടെ വന്നു. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ 3 സൈഡുകളുടെ നീളം മാത്രം മതിയല്ലോ. അതിനെ പറയുന്ന പേരാണ് എന്ത്? പെരിമീറ്റർ, ചുറ്റളവ്. അതങ്ങനെ ചോദിക്കൂല, എന്നാലും ഇരുന്നോട്ടെ. അപ്പൊ ഏരിയ, പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള സ്ഥലം, ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചുറ്റും ഉള്ള സ്ഥലം. ഇത്രേ ഉള്ളൂ. അപ്പോ ഈ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാൻ നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്. എന്താണ്? 3 ഇക്വേഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ടൈപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ടൈപ്പ് പറയുന്നത് ഇത്രേ ഉള്ളൂ. നോക്കിയേ, നമുക്കൊരു ട്രയാങ്കിൾ തന്നു. ഈ ട്രയാങ്കിളിന് നമുക്കൊരു പേര് കൊടുക്കാം അല്ലേ? ABC. ഈ ട്രയാങ്കിളിന്റെ ഈ താഴെ വന്നിരിക്കുന്ന ഈ ഭാഗം അല്ലെങ്കിൽ ട്രയാങ്കിൾ ഇരിക്കുന്നത് എവിടെ കൊണ്ടാണോ അതിനെ പറയുന്ന പേര് പാദമെന്നാണ് അല്ലെങ്കിൽ ബേസ് എന്നാണ്. അതിന് ബി കൊണ്ട് സൂചിപ്പിക്കും, ബേസ് അല്ലെങ്കിൽ പാദം. കേട്ടല്ലോ? ഇനി ഈ ബേസിലേക്ക് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് കൃത്യം നേരെ വരയ്ക്കുന്നവരാ, അതിനെ പറയുന്ന പേരാണ് ഹൈറ്റ്. അതല്ലടാ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം. അതിനെ h കൊണ്ട് ഡിനോട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ ഇക്വേഷൻ, പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു എന്താണ്? ഹൈറ്റ്. അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. എടാ ഇങ്ങനെ പഠിക്കാൻ നമുക്ക് ഇത്തിരി പാടുണ്ടല്ലേ? അപ്പൊ നമ്മൾ കുറച്ചുകൂടി ചെറുതാക്കി ഇത് ഇങ്ങനെ എഴുതും. ഏരിയ ഈക്വൽ ടു, പരപ്പളവ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BH. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ്. ബേസ് എന്ന് പറഞ്ഞാൽ പാദം, എച്ച് എന്ന് പറഞ്ഞാൽ ഉയരം. അപ്പൊ ഇത് ഒരു ട്രയാങ്കിളിന്റെ, ശ്രദ്ധിച്ച്, ഒരു ട്രയാങ്കിളിന്റെ താഴത്തെ ലെങ്ത് നമ്മളോട് 10 സെന്റിമീറ്റർ ആണെന്ന് തന്നു. ഇതിന്റെ ഹൈറ്റ് നമ്മളോട് പറഞ്ഞു 4 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എങ്ങനെ കാണൂടാ? പറഞ്ഞേ. നമുക്ക് ബേസ് അല്ലെങ്കിൽ പാദവും ഹൈറ്റും ഉയരവും തന്നിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ എന്താണ്? ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? ഹാഫ് BH. ഹാഫ് ഇൻറ്റു ബി എന്താണ്? ബി എന്ന് പറഞ്ഞാൽ താഴത്തെ സൈഡ് ഇതല്ലേ 10, ഇൻറ്റു എച്ച്, ഉയരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതല്ലേ, എത്രയാണ്? അതാണ് 4. അപ്പൊ നോക്കിയേ, ഒന്നെങ്കിൽ 10 × 4 ചെയ്യുക, 2 കൊണ്ട് ഹരിക്കുക, അല്ലെങ്കിൽ ഈ 2നെ 10 കൊണ്ടോ 4 കൊണ്ടോ ഹരിക്കാം. അപ്പൊ 10നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 5 കിട്ടും. 5 × 4 നമുക്ക് ആൻസർ എത്ര കിട്ടി? 20. ഏരിയ ആയതുകൊണ്ട് എന്താണോ ലെങ്ത് അതിന്റെ സ്ക്വയർ എടുത്തോളണം. സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ, ഏരിയ ആണെങ്കിൽ ഏരിയ സ്ക്വയർ, അല്ല മീറ്റർ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ, കിലോമീറ്റർ ആണെങ്കിൽ കിലോമീറ്റർ സ്ക്വയർ, എന്താണോ യൂണിറ്റ് അതിന്റെ സ്ക്വയർ എടുത്തോളണം. കേട്ടല്ലോ? അപ്പൊ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒന്നാമത്തെ ടൈപ്പാണ് ഈ പഠിച്ചത്. ഏതാണ് ഇക്വേഷൻ? ഹാഫ് BH. എളുപ്പമല്ലടാ? ഭയങ്കര എളുപ്പം. അപ്പൊ നമ്മൾ പറഞ്ഞു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ മൊത്തം 3 ടൈപ്പ് ഉണ്ട്. അതിന്റെ ഒന്നാമത്തെ ടൈപ്പ് നമ്മൾ പഠിച്ചു, ഹാഫ് BH. അടുത്ത ടൈപ്പ് രണ്ടാമത്തെ ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. നമുക്കൊരു ട്രയാങ്കിൾ തരും, ആ ട്രയാങ്കിളിന്റെ 3 സൈഡുകൾ തരും.
എ ബി സി. എന്താണ്? എ ബി സി. ഇത്രേ ഉള്ളൂ. കേട്ടല്ലോ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ 3 സൈഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എസ് എന്നും പറഞ്ഞൊരു ലെങ്ത് കണ്ടുപിടിക്കും. എസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ഈ 3 സൈഡുകളും കൂട്ടി പകുതി എടുക്കുക. എയും ബിയും സിയും കൂടി കൂട്ടി പകുതി എടുക്കുക. അതാണ് എന്ത്? എസ്. ഇനി എസ് കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് കാണാതെ പഠിക്കണം. ഓർത്തിരുന്നോളം, ഭയങ്കര സിമ്പിൾ ആണ്. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇത് ബി ആണ് കേട്ടോ. എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അപ്പൊ എസ് ആണ് നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു സാധനം. എസ് എന്ത് സാധനമാണ്? എസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എയും ബിയും സിയും കൂടി കൂട്ടി പകുതി എടുക്കുക. അപ്പൊ 3 സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? റൂട്ടിന്റെ അകത്ത് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. സംശയം ഉണ്ടാ? ഇവിടെ നോക്കടാ, നമുക്ക് സംശയം തീർക്കാനല്ലേ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് ചെയ്താൽ മതി. പരിപാടി കഴിഞ്ഞു. ഒരു സൈഡ് 4 സെന്റിമീറ്റർ, ഒരു സൈഡ് 5 സെന്റിമീറ്റർ, ഒരു സൈഡ് എത്രയാണ്? 7 സെന്റിമീറ്റർ. കേട്ടല്ലോ? അപ്പൊ 4, 5, 7. കേട്ടല്ലോ? അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ 3 സൈഡുകളാണ് അല്ലെ തന്നേക്കുന്ന ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡുകളാണ്. 3 സൈഡുകൾ എപ്പോ തന്നാലും ഈ ഇക്വേഷൻ എടുത്തോളാം. ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കണമെന്നാ പറഞ്ഞത്? എസ്. എസ് എങ്ങനെ കണ്ടുപിടിക്കണം? ഇത് 3ഉം കൂടി കൂട്ടി പകുതി എടുക്കണം. 4ഉം 5ഉം 7ഉം കൂടി കൂട്ടി പകുതി എടുക്കുക. 4ഉം 5ഉം 7ഉം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടി? 5ഉം 4ഉം 9 ആണ്. 9ഉം 7ഉം എത്രയാണ്? 16ന്റെ പകുതി 8. എത്ര ഉള്ളൂ? ഇനി എന്ത് ചെയ്യുക? സിമ്പിൾ പരിപാടി. ഏരിയ ഈക്വൽ ടു പരപ്പളവ് ഈക്വൽ ടു ഇക്വേഷൻ എഴുതണം. ഇക്വേഷൻ എങ്ങനെയാണെന്നാ പറഞ്ഞത്? സിമ്പിൾ നോക്കടാ. എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി അല്ലെ? അപ്പൊ എസ് നമുക്ക് കിട്ടി. എസ് എത്രയാണ്? 8. ഇനി എസ് മൈനസ് എയും ബിയും സിയും എന്താണ്? ഓരോ സൈഡ് അല്ലേ, കുറച്ചെഴുതിയാൽ മതി. 8 മൈനസ് ആദ്യത്തെ സൈഡ് എഴുതി, 8 മൈനസ് രണ്ടാമത്തെ സൈഡ് എഴുതി, 8 മൈനസ് മൂന്നാമത്തെ സൈഡ് എഴുതി, 7. അപ്പൊ ആൻസർ എങ്ങനെ വന്നു പറഞ്ഞു? 8 ഇൻറ്റു 8ന്ന് 4 പോയ എത്രയാടാ? 4 ഇൻറ്റു 8ന്ന് 5 പോയ എത്രയാടാ? 3. 8ന്ന് 7 പോയ എത്രയാടാ? 1. ഇനി ഇതെല്ലാം കൂടി ഗുണിച്ചെടുത്താൽ മതി. 8 ഇൻറ്റു 4 എത്രയാണ്? 32. 32 ഇൻറ്റു 3 എത്രയാണ്? 96. 96 ഇൻറ്റു 1 എത്രയാണ്? 96 തന്നെ. റൂട്ട് 96 നമുക്കറിയാവോ? ഇല്ല. അപ്പൊ ഇങ്ങനെ തന്നെ എഴുതിക്കോ. റൂട്ട് 96 ഏരിയ ആയതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ. എളുപ്പമല്ലേടാ? ഭയങ്കര എളുപ്പമല്ലേ? എളുപ്പമാകണമെങ്കിൽ ഈ സാധനം കാണാതെ പഠിക്കണം. എന്താണ് ഇക്വേഷൻ? എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അത്രേ ഉള്ളൂ. എസ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? 3 സൈഡുകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് കൂട്ടി പകുതി എടുത്താൽ മതി. എളുപ്പമുള്ള കാര്യമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? ഇതാണ് രണ്ടാമത്തെ ടൈപ്പ്. ഒരു ടൈപ്പ് കൂടിയുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. ഇവിടെ മൂന്നാമത്തെ ടൈപ്പ് ഏരിയ കണ്ടുപിടിക്കാനുള്ള 2 ടൈപ്പ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഹാഫ് ബി എച്ചും റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇനി മൂന്നാമത്തെ ടൈപ്പ്. മൂന്നാമത്തെ ടൈപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാ ട്രയാങ്കിളുകൾക്കും അത് എടുക്കാൻ പറ്റത്തില്ല. എല്ലാ ട്രയാങ്കിളുകൾക്കും എടുക്കാൻ പറ്റൂല. ഒരു ടൈപ്പ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ മാത്രമേ എടുക്കാവുള്ളൂ. ആ ടൈപ്പ് ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അല്ലെങ്കിൽ മലയാളത്തിൽ സമഭുജ ത്രികോണം. നമ്മൾ ഇത്തിരി മുമ്പ് പഠിച്ച സാധനം തന്നെ. സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 സൈഡും ഒരേപോലെ ഇരിക്കണം അല്ലെ? ഒരേ സൈഡാണ്, അല്ലെങ്കിൽ 3 സൈഡുകൾക്കും ഒരേ നീളമാണെങ്കിൽ അതിനെയാണ് എന്ത് പേര് പറയുന്നത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. എന്തായിരുന്നു ഹൈറ്റിന്റെ ഇക്വേഷൻ? റൂട്ട് 3/2 എ അല്ലെ? എടാ, അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ ഇല്ലേ, ഏരിയ ഈക്വൽ ടു എന്താണ്? ഹാഫ് ബി എച്ച് അല്ലെ? അപ്പൊ ഹാഫ് ഇൻറ്റു ഇവിടുത്തെ ബേസ് എന്താണ്? എ ഇൻറ്റു ഇവിടുത്തെ ഹൈറ്റ് എന്താണ്? നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടായിരുന്നു, റൂട്ട് 3/2 എ. അപ്പൊ നോക്കിയടാ, ഈ റൂട്ട് 3യും 1ഉം എയും കൂടി ഗുണിക്കുമ്പോ റൂട്ട് 3 അതുപോലെ തന്നെ എഴുതി. എയും കൂടി ഗുണിച്ചപ്പോ എ സ്ക്വയർ എഴുതി. 2ഉം 2ഉം കൂടി ഗുണിച്ച് താഴെ എന്ത് എഴുതാം? 4 എഴുതാം. ഇത്ര ഉള്ളടാ. അപ്പൊ ഇത് മുഴുവൻ പഠിക്കണമെന്നില്ല, ഞാനത് എങ്ങനെ വന്നെന്ന് കാണിച്ചത് മാത്രം. അതായത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ
പരപ്പളവ് ചോദിച്ചാൽ √3/4 a². ഈ ഇക്വേഷനാണ് മൂന്നാമത്തെ ഇക്വേഷൻ. അപ്പൊ മൂന്നാമത്തെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാൻ എല്ലാ ട്രയാങ്കിളുകൾക്കും പറ്റുമോ? ഇല്ല, ഇക്വിലാറ്ററൽ ട്രയാങ്കിളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ? എല്ലാ സൈഡുകൾക്കും ഒരേ നീളമാണെങ്കിൽ. അപ്പൊ ഇതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കും? √3/4 a². എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൈഡ് ഇവിടെ എത്രയാണ്? 6. അപ്പൊ 6a². അപ്പൊ നോക്ക്, √3/4 എന്റെ സ്ക്വയർ എത്രയാണ്? 6ന്റെ സ്ക്വയർ എത്രയാണ്? 36. ഈ 36നെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാം അല്ലെ? 36നെ 4 കൊണ്ട് ഹരിക്കാൻ നേരത്ത് 9 എന്ന് കിട്ടും. അപ്പൊ ആൻസർ എത്ര കിട്ടി? 9ഉം ഒരു √3 സെന്റിമീറ്റർ സ്ക്വയർ. കേട്ടല്ലോ? അപ്പൊ മൂന്നാമത്തെ ടൈപ്പാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് എല്ലാത്തിനും പറ്റുമോ? ഇല്ല, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് മാത്രമേ പറ്റുള്ളൂ. അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് √3/4 a². അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. എന്താണ്? √3/2a. ഏരിയ എന്താണ്? √3/2 a². ഇത്രേ ഉള്ളൂ. എളുപ്പമല്ലടാ? ഇത്രയും ഇക്വേഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ ചോദിക്കും. ഇത്ര ഉള്ള ഈ ചാപ്റ്റർ ഭയങ്കര എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പം. അപ്പൊ ഇനി വേറൊരു ചാപ്റ്റർ ആയിട്ട് കാണാം.